Hello guys, welcome to House of Taste YouTube channel. ഇന്ന് നമ്മുടെ പ്രിപ്പറേഷൻ വരുന്നത് ചിക്കൻ ഹനീദാണ്. ചിക്കൻ ഹനീദ് എന്ന് പറയുമ്പോൾ ചിക്കൻ വിത്ത് റൈസ് കോംബോ ആണ്. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് നല്ല അടിപൊളി ചിക്കൻ ഹനീദ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. ലെറ്റ്സ് ഗോ ഫോർ ദ വീഡിയോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് മെയിനായിട്ട് വരുന്നത് ചിക്കൻ, ബസ്മതി റൈസ്, പിന്നെ ഞാനിവിടെ 4 സവോളയാണ് എടുത്തിട്ടുള്ളത്, 3 തക്കാളി, പിന്നെ ക്യാപ്സിക്കം, മല്ലിയില, പിന്നെ മസാലകൾ വരുന്നത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, അങ്ങനെ തന്നെ പിന്നെ ഗ്രാമ്പൂ, ഏലക്ക, ഇതെല്ലാം കൂടി നമുക്ക് ഒരു മസാലക്കൂട്ട് തയ്യാറാക്കണം. അതാണ് ചിക്കൻ ഹനീദ് മസാല. ഹനീദ് മസാലയാണ് റെഡിയാക്കേണ്ടത്. ആവശ്യത്തിന് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഗ്യാസ് കത്തിച്ചു. കുരുമുളക്, ജീരകം, ഏലക്ക, ഗ്രാമ്പൂ, ഇതൊന്ന് ജസ്റ്റ് ചൂടാക്കാം. ചൂടായിട്ട് വരുമ്പോൾ അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, മല്ലിപ്പൊടി 4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായി പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് പകർത്താണ്. ഇത് മിക്സിയിലിട്ട് നന്നായി പൊടിച്ച് എടുക്കണം. അപ്പോൾ ഹനീദ് മസാല റെഡിയാവും. അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. അടുത്ത സ്റ്റെപ്പ്, നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള ചെറിയ പീസാക്കി വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് അതിനിങ്ങനെ ഫോക്ക് വെച്ച് ഇങ്ങനെ കുത്താം. ഇങ്ങനെ നന്നായിട്ട് ചിക്കൻ ഇങ്ങനെ കുത്തിയിട്ട് നമ്മുടെ ചിക്കൻ ഹനീദ് മസാലയും മാഗി ക്യൂബും ചൊറുക്കയും ചേർത്ത് ഇളക്കി മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഈ മാഗി ക്യൂബിൽ ഉപ്പുണ്ടായിരിക്കും ഓൾറെഡി. അപ്പം ഞാൻ ഹനീദ് മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഞാൻ എല്ലാ ചിക്കൻ പീസിലും മസാല നന്നായിട്ട് പരട്ടിയിട്ടുണ്ട്. നന്നായിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് മാഗി ക്യൂബ്. ഇതും കൂടെ നമുക്ക് ഈ ചിക്കൻ്റെ കൂടെ നമുക്ക് ഇടേണ്ടതാണ്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. നന്നായി ചിക്കനിലെല്ലാം പിടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലാണ്. കണ്ടാ? ഹായ്, നല്ല മണമല്ലേ? അപ്പോൾ ഇപ്പോൾ ചിക്കൻ നന്നായി സെറ്റായിട്ടുണ്ട്. നമുക്കിത് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ചിക്കൻ വേവിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തോട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചിക്കൻ വേവിക്കാൻ എടുക്കാം. കൂടുതൽ വെള്ളം ആവശ്യമുള്ളത് കൊണ്ട് ചിക്കൻ സ്റ്റോക്ക് നമുക്ക് എടുത്തിട്ട് അതിനകത്താണ് നമുക്ക് അരി വേവിക്കേണ്ടത്. അതുകൊണ്ട് ചിക്കൻ സ്റ്റോക്ക് നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് വെള്ളം നോക്കി ഒഴിക്കണം. ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്തു. രണ്ട് കപ്പ് വെള്ളം ചേർക്കാം. മാഗി ക്യൂബിൽ കുറച്ച് ഉപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാണ് ഈ വെള്ളത്തിലോട്ട്. ഞാൻ 4 ഒനിയനാണ് എടുത്തേക്കുന്നത്. ചോപ്പ് ചെയ്തെടുക്കുകയാണ്. തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. മൂന്ന് തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ചിക്കൻ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റാം.
നമുക്ക് കുത്തി നോക്കാം വെന്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കാം. ഇറച്ചിയൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ചിക്കൻ വറുക്കാനായിട്ട് എടുക്കാം. ചിക്കൻ വറുക്കാനായിട്ട് പോകാണ്. സൺഫ്ലവർ ഓയിൽ, അപ്പോൾ ചിക്കൻ മാത്രം ഞാൻ മാറ്റി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് വറുത്തെടുക്കാം. ചിക്കൻ്റെ സ്റ്റോക്ക് ഞാൻ അവിടെ ആ പാത്രത്തിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് വറുക്കാൻ പോവാണ്. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് അരി വേവിക്കലാണ്. അപ്പോൾ അരിയുടെ എന്താ പറയുക, റൈസ് ഉണ്ടാക്കുന്ന സെക്ഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള, തക്കാളി, ക്യാപ്സിക്കം ഇതെല്ലാം മൊരിച്ചെടുക്കാം. സവോള പകുതി മൊരിഞ്ഞിട്ടുണ്ട്. അതിനകത്തോട്ട് ഗ്രാമ്പു, ഏലക്ക, പട്ട, വെറുതെ ടേസ്റ്റിന്. ഇനി തക്കാളി ചേർക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ചിക്കൻ വറുത്ത് പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ കുറച്ച് ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ചിക്കൻ്റെ സ്റ്റോക്ക്, ക്യാപ്സിക്കം, ഒരു ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തേക്കണത്. അത് നന്നായി ചെറുതായിട്ട് അരിഞ്ഞ് ഇത് എല്ലാം കൂടി നന്നായി വഴറ്റിയതിന് ശേഷം ചിക്കൻ്റെ സ്റ്റോക്ക്, നമ്മൾ എത്ര ഗ്ലാസ് അരിയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർക്കാം. ഞാൻ 6 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 12 ഗ്ലാസ് നമ്മൾ ഏത് പാത്രത്തിലാണോ എടുക്കണം, ഏത് ഗ്ലാസ്സാണോ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഗ്ലാസ് അളവിൽ തന്നെ ഇരട്ടി വെള്ളം ഒഴിക്കുക. ചിക്കൻ വറുത്ത് കോരി മാറ്റി വയ്ക്കുകയാണ്. എണ്ണയൊക്കെ കളഞ്ഞ് ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ടെന്ന് എങ്ങനെ മനസ്സിലാവാന്ന് വെച്ചാൽ അതിൻ്റെ ഇറച്ചിയൊക്കെ ദേ വിട്ട് തുടങ്ങിയിട്ടുണ്ട്. സെറ്റായിക്കൊണ്ടിരിക്കുന്നു. നല്ല ഭംഗിയില്ലേ കാണാൻ. കളർ കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളിയാണെന്ന്. പച്ചയും ചുവപ്പും. ഇനി ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയിടണം. കാരണം ഓൾറെഡി നമ്മുടെ മാഗി ക്യൂബിൽ ഉപ്പുണ്ട്. അതൊന്നും ചെയ്യില്ല. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് തുറന്നു നോക്കിയാലോ, എന്താണ് അവസ്ഥ നോക്കാം. അപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. നല്ല സ്മെല്ല്, ഡിഫറെൻറ്റ് സ്മെല്ലാണ്. കളറും ഒരു പ്രത്യേകത തന്നെയാണ്. സാധാരണ ബിരിയാണിയേക്കാളും വേറൊരു കളർ തന്നെയാണ് ഇതിനകത്ത്. അപ്പോൾ മല്ലിയില ഗാർണിഷ് ചെയ്യാനായിട്ട് മല്ലിയില ഞാൻ അരിഞ്ഞിട്ടുണ്ട്. ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് നന്നായി ഇളക്കി സിമ്മിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൻ്റെ മുകളിൽ വെച്ച്
ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം. ചിക്കൻ വറുത്തത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില കൂടെ അതിൻ്റെ മുകളിലിടാം. ഇനി നമുക്ക് 10 മിനിറ്റ് സിമ്മിലിട്ട് ദം ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ദം ചെയ്ത് കഴിഞ്ഞു. ചിക്കൻ ഹനീദ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ല്, നല്ല കളറ്. അപ്പോൾ ഇന്നത്തെ ടേസ്റ്റി ചിക്കൻ ഹനീദ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ നല്ല സ്മെല്ലുണ്ട്, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസ് ഇടുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഹൗസ് ഓഫ് ടേസ്റ്റ്. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു. ബൈ ബൈ.